കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്, പേരാവൂർ ഗ്രാമപഞ്ചായത്ത്, കൃഷിഭവൻ എന്നിവയുടെ നേതൃത്വത്തിൽ ഓണസമൃദ്ധി 2026 കർഷക ചന്തയ്ക്ക് തുടക്കമായി. പേരാവൂർ പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടക്കുന്ന കർഷക ചന്ത പേരാവൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബൈജു വർഗീസിന്റെ അധ്യക്ഷതയിൽ പേരാവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിഷ ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കൃഷി വകുപ്പിന്റെയും കർഷകക്ഷേമ വകുപ്പിന്റെയും എല്ലാം നേതൃത്വത്തിൽ ഇത്തരം ഒരു ചന്ത ഇവിടെ സംഘടിപ്പിക്കുമ്പോൾ കർഷകരുടെ ഉൽപ്പന്നങ്ങൾ കൂടുതലായിട്ടും ഈ വിപണിയിലുണ്ട് എന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് അഭിമാനിക്കാൻ വകയുള്ളതാണ്. കർഷകർക്ക് ഏറെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് കാർഷിക മേഖലയിൽ ഇടപെട്ടുകൊണ്ടാണ് നമ്മുടെ ഗ്രാമപഞ്ചായത്തെല്ലാം പ്രവർത്തിച്ചു പോരുന്നത്. എന്തായാലും നമ്മൾ ഈ ചിങ്ങവന്നിൻ്റെ പരിപാടിയിൽ നമുക്ക് മനസ്സിലായിട്ടുണ്ട്, നമ്മുടെ ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം തന്നെ ഒരുപാട് കർഷകർ നമ്മുടെ ഇടയിലുണ്ട്. അവരെ നമ്മൾ കൂടുതലായിട്ടും പ്രാധാന്യം കൊടുത്തുകൊണ്ട് കാർഷിക മേഖലയിലേക്ക് കൂടുതൽ ചേർത്ത് പിടിക്കുകയാണ് വേണ്ടത് എന്ന് മനസ്സിലായിട്ടുണ്ട്. എന്തായാലും നമുക്ക് ഇപ്പോൾ ഓണമാണ്. ഓണത്തിന് പല വിപണികൾ സജീവമായിട്ടുണ്ട്. ഇപ്പോൾ ചന്ത തന്നെ കുടുംബശ്രീയുടെ ചന്തയുണ്ട്, കർഷകക്ഷേമ വകുപ്പിൻ്റെ കൃഷിഭവൻ്റെ ചന്തയാണ്, PFCKയുടെ ചന്ത നടക്കുന്നു. അങ്ങനെ പലതരത്തിലുള്ള ചന്തകളും നമ്മുടെ ഓണത്തിന് നടന്നുകൊണ്ടിരിക്കുകയാണ്. ബാങ്കുകളടക്കം വില കുറഞ്ഞ ഉൽപ്പന്നങ്ങൾ വിറ്റഴിച്ചുകൊണ്ട് പൊതുജനങ്ങൾക്ക് ഏറെ ഉപകാരപ്രദമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓണമെന്ന് പറയുമ്പോൾ ഒരു വിളവെടുപ്പിൻ്റെ ഉത്സവം കൂടിയാണ് ഓണം. ആ ഓണം നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ ആഘോഷിക്കാൻ സാധിക്കട്ടെ. എല്ലാവർക്കും ഓണാശംസകൾ നേർന്നുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയാം. ചടങ്ങിൽ പേരാവൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ രജീഷ് ആദ്യ വിൽപ്പന നിർവഹിച്ചു. കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ പി അശ്വതി പദ്ധതി വിശദീകരണം നടത്തി. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീബ ഗോപിനാഥ്, കെ അംബുജാഷൻ, സി യമുന, രാഗിമോൾ MS, ജയചന്ദ്രബോസ് തുടങ്ങിയവർ സംബന്ധിച്ചു. പൊതുവിപണിയേക്കാൾ 30% വരെ കുറഞ്ഞ നിരക്കിൽ പച്ചക്കറികൾ ലഭ്യമാക്കാനാണ് ചന്തയിലൂടെ ലക്ഷ്യമിടുന്നത്. വിഷരഹിതമായ നാടൻ ജൈവ പച്ചക്കറികളാണ് വിൽപ്പനക്കായി ഒരുക്കിയിരിക്കുന്നത്. ഹൈവിഷൻ ന്യൂസ്, പേരാവൂർ.